നമ്മൾ ലാസ്റ്റ് ദിവസം പറഞ്ഞത് ഡ്യൂപ്ലിക്കേറ്റർ ആൻഡ് ഇറ്റ്സ് മെക്കാനിസം ആണ്. ഓർമ്മയില്ലേ? ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് അല്ലേ? ഓർമ്മയുണ്ടോ പറഞ്ഞത്? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആൻഡ് ഇറ്റ്സ് മെക്കാനിസം ആണ്. അതിൽ നമ്മൾ ടു ടൈപ്സ് ഓഫ് പേപ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാക്സ് ആൻഡ് വാക്സ്ലെസ്. അതിന്റെ അഡ്വാൻറ്റേജസും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതില് നമുക്ക് ഇന്ന് ശ്രദ്ധിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഹൗ ടു കട്ട് സ്റ്റെൻസിൽ എന്ന്. കഴിഞ്ഞ ദിവസം നമ്മളത് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിഫോർ കട്ടിംഗ് സ്റ്റെൻസിൽ ദി ടൈപ്സ് ഷുഡ് ബി ക്ലീൻഡ് ത്രൂലി യൂസിങ് പെട്രോൾ യൂസ് ചെയ്തിട്ട് ആ ഒരു ടൈപ്സ് എല്ലാം ക്ലീൻ ചെയ്യണം. ബിഫോർ കട്ടിംഗ് സ്റ്റെൻസിൽ ബ്രിങ് ദി കളർ ഇൻഡിക്കേറ്റർ ടു ദി വൈറ്റ് ഡോട്ട്. നമ്മൾ പറഞ്ഞിരുന്നു കളർ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗം ടൈപ്പ്റൈറ്ററിന്റെ ആ ഒരു പിക്ചർ കാണിച്ചു തന്നപ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിൽ നമുക്ക് വൈറ്റ്, ബ്ലൂ, ബ്ലാക്ക് അങ്ങനെ 4 കളറുകൾ സാധാരണ ഉണ്ടാവും. ചിലപ്പോൾ അത് 3 കളർ ഉണ്ടായിരിക്കുള്ളൂ. അതിൽ നമ്മൾ വൈറ്റ് പൊസിഷനിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൈപ്പ്റൈറ്ററിൽ ആ ഒരു റിബൺ വർക്ക് ചെയ്യില്ല. റിബണിന്റെ ആ ഒരു റിബൺ ത്രോ മൂവ്മെന്റ് ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ സ്റ്റെൻസിൽ കട്ടിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. അഡ്ജസ്റ്റ് ദി സ്റ്റെൻസിൽ ആസ് പെർ ദി സ്കെയിൽ മാർക്കഡ് ഇൻ ദി സ്റ്റെൻസിൽ. ടൈപ്പ് വിത്ത് എ ഫേം ആൻഡ് സ്റ്റഡി ടച്ച് സ്ലൈറ്റ്ലി ഹെവിയർ. Enclosed characters should not be struck too hard. When cutting is complete, remove the stencil paper using releaser. അത് releaser യൂസ് ചെയ്തിട്ട് stencil paper റിമൂവ് ചെയ്യണം എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. There are 3 ways of making correction in the stencil paper. അതായത് 3 യൂസിങ് കറക്റ്റിംഗ് ഫ്ലൂയിഡ് വെച്ചിട്ട് നമുക്ക് കറക്ഷൻ ചെയ്യാം. ഗം സ്ട്രിപ്പ് വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ടും നമുക്ക് കറക്ഷൻ ചെയ്യാം. ഓക്കെ, ഇതില് എന്താണ് ഇമ്പോർട്ടന്റ് പാർട്സ് ഓഫ് എ ഡ്യൂപ്ലിക്കേറ്റർ? ഇതിന്റെ പാർട്സ് നമ്മൾക്കൊന്ന് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഫീഡിംഗ് ട്രേ, അതായത് ഫീഡിംഗ് ട്രേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് നമ്മൾ താഴെ പറയും. റിസീവിംഗ് ട്രേ, ഓപ്പറേറ്റിംഗ് ലിവർ, ഓഫ് ഓൺ ലിവർ, അല്ലെങ്കിൽ ഓഫ് ഓൺ ലിവർ, ഹാൻഡിൽ, സിൽക്ക് ക്ലോത്ത്, ഇംപ്രഷൻ റോളർ, ബാക്കിംഗ് ഷീറ്റ് ലിവർ, സിലിണ്ടറിക്കൽ ഡ്രം, മാർജിൻ അഡ്ജസ്റ്റിംഗ് നോബ്, സൈഡ് മാർജിൻ പ്ലേറ്റ്, പ്രിന്റിംഗ് സ്ക്രൂ, വേവ് റോളർ. ഇതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഫീഡിംഗ് ട്രേ ആണ്. ഫീഡിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അല്ലെ, എന്താണ് പേപ്പർ ഉള്ളിലേക്ക് എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അല്ലെങ്കിൽ ഉള്ളിലേക്ക് കൊടുക്കുക, അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫീഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ ഫീഡിംഗ് ട്രേ? ഫീഡ് ട്രേ ഈസ് ഓൾസോ കോൾഡ് ആസ് പേപ്പർ ടേബിൾ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കീപ് ഇംപ്രഷൻ പേപ്പേഴ്സ് ടു ഫെഡ് ഇൻ ദി ഡ്യൂപ്ലിക്കേറ്റർ 1 by 1. അതായത് ഓരോ പേപ്പറിലേക്ക് പേപ്പർ ആ ഒരു ഇംപ്രഷൻ വരാൻ വേണ്ടി പേപ്പറിനെ കറക്റ്റ് ആയിട്ട് ഫീഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫീഡിംഗ് ട്രേ എന്ന് പറയുന്നത്. ഇതിന്റെ പാർട്സ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് എല്ലാം 1 by 1 ആയിട്ട് നമ്മളോട് ചോദിക്കില്ല, അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ ചോദിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഡ്യൂപ്ലിക്കേറ്ററിൽ നിന്ന് ഒരു 1-2 ക്വസ്റ്റ്യൻ ചിലപ്പോ ചോദിച്ചില്ലാന്നും വരാം. പക്ഷെ ഒരു ക്വസ്റ്റ്യനൊക്കെ നമ്മൾ അത് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതിന്റെ എല്ലാ പാർട്സും അറിയണം, പക്ഷെ എല്ലാം ഇങ്ങനെ ബൈ ഹാർട്ട് പഠിച്ചു വെക്കണം എന്നില്ല. എന്താണ് ഫീഡിംഗ് ട്രേ, എന്താണ് റിസീവിംഗ് ട്രേ എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിങ്ങനെ ബൈ ഹാർട്ട് പഠിച്ചു വെക്കേണ്ട. നിങ്ങൾക്ക് അതിന്റെ ആ ഒരു വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് അതിന്റെ ആ ഒരു അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് അതിന്റെ യൂസ് മനസ്സിലാവും. അതിന്റെ ഉള്ളിൽ എങ്ങനെ കിടക്കണ്ടോ? ഹലോ, മ്യൂട്ട് ചെയ്യാമോ? എന്താണ് റിസീവിംഗ് ട്രേ? ഇറ്റ് ഈസ് അറ്റ് ദി ബാക്ക് ഓഫ് ദി ഡ്യൂപ്ലിക്കേറ്റർ. ബാക്ക് ഓഫ് ദി ഡ്യൂപ്ലിക്കേറ്ററിൽ കാണുക, അതായത് ഡ്യൂപ്ലിക്കേറ്ററിന്റെ ബാക്ക് സൈഡിൽ കാണുന്ന ഒരു ഭാഗമാണ്. ടു റിസീവ് ദി എന്താണ് കോപ്പീസ് അറ്റ് ദി റിസീവിംഗ് ട്രേ. കേട്ടോ, അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. റിസീവിംഗ് ട്രേയില് നമ്മൾ ടൈപ്പ് ചെയ്ത പേപ്പറുകളെല്ലാം കിട്ടുന്നത് നമുക്ക് ടൈപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു ആഫ്റ്റർ ഇംപ്രഷൻ വന്നതിന് ശേഷം നമുക്ക് കിട്ടുന്ന പേപ്പറാണ് എന്ത്, റിസീവിംഗ് ട്രേയിൽ കിട്ടുന്നത്. ഓപ്പറേറ്റിംഗ് ലിവർ അല്ലെങ്കിൽ ഓഫ് ഓൺ ലിവർ. ഓപ്പറേറ്റിംഗ് ലിവർ ഈസ് അതർവൈസ് കോൾഡ് ഇംപ്രഷൻ ലിവർ
or off on lever or pressure lever. മൂന്ന് പേരുണ്ട്. The operating lever should be kept in the on position when the copies are taken. On off lever അല്ലെങ്കിൽ off on lever എന്ന് പറഞ്ഞാലും നമുക്കറിയാം നമ്മൾ എപ്പോഴാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ അത് ഓൺ പൊസിഷനിൽ വെക്കും. അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ്, ബട്ട് ദി ഓപ്പറേറ്റിംഗ് ലിവർ ഷുഡ് ബി കെപ്റ്റ് ഇൻ ദി ഓഫ് പൊസിഷൻ വെൻ ദി ഡ്യൂപ്ലിക്കേറ്റർ ഇസ് നോട്ട് ഇൻ യൂസ്. കണ്ടോ, ആ യൂസ് ചെയ്യാത്ത സമയത്ത് നമുക്കത് അറിയുന്ന കാര്യമാണ്. നമുക്ക് ആ ഒരു വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നമുക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാലാണ് എന്തായാലും പ്രവർത്തിക്കുള്ളൂ അല്ലെ. ഓഫ് പൊസിഷനിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് പ്രവർത്തിക്കില്ല. നമുക്കത് അറിയാവുന്ന കാര്യമാണ്. അത് ഓപ്പറേറ്റിംഗ് ലിവറിനെ പറയുന്ന മറ്റൊരു പേരാണ് ഓൺ ഓഫ് ലിവർ. മനസ്സിലായോ? ഡ്യൂപ്ലിക്കേറ്റർ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അത് ഓൺ ലിവർ നമ്മൾ പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ അത് പ്രവർത്തിക്കില്ല. ഇനി ഡ്യൂപ്ലിക്കേറ്റർ പ്രവർത്തിക്കാത്ത സമയത്താണെങ്കിൽ നമ്മൾ അത് ഓഫ് ചെയ്ത് ഇടണം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓപ്പറേറ്റിംഗ് ലിവർ അല്ലെങ്കിൽ ഓഫ് ഓൺ ലിവർ. എന്താണ് ഹാൻഡിൽ? ഹാൻഡിൽ ഈസ് യൂസ്ഡ് ഫോർ റൊട്ടേറ്റിംഗ് ദി സിലിണ്ടർ. സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ പണ്ടുള്ള ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ കറക്കുമ്പോഴാണ് പേപ്പർ അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി പോകാന്നൊക്കെ. പണ്ടത്തെ പ്രസ്സുകളിലൊക്കെ അങ്ങനത്തെ ഒരു സിസ്റ്റം കണ്ടിട്ടുണ്ടാവും. ഇറ്റ് ഈസ് ഓൾവേസ് റൊട്ടേറ്റഡ് ഇൻ ദി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. കണ്ടോ, റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ കറക്കും ആ ഹാൻഡില്. അപ്പോൾ അതിന്റെ പേപ്പർ ഇങ്ങനെ കയറി പോയി പുറത്തേക്ക് വരുന്നതൊക്കെ നമ്മൾ പ്രസ്സുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതൊരു ഡ്യൂപ്ലിക്കേറ്റർ ആയിരിക്കില്ല, വേറെ അതുപോലുള്ള മെഷീനുകൾ തന്നെയാണ് പണ്ട് കാലത്ത് യൂസ് ചെയ്യുന്നത്. ഇപ്പോഴാണ് അത് ഫോട്ടോസ്റ്റാറ്റും കോപ്പിയറൊക്കെ ആയത് കേട്ടോ. ഇനി പറയുന്ന കാര്യം അത് നമുക്ക് പ്രീവിയസ് ഇയറിൽ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. സിൽക്ക് ക്ലോത്ത് അല്ലെങ്കിൽ സിൽക്ക് കാരിയർ, ഇത് എന്തിനാണെന്നുള്ളത് ചോദിക്കാറുണ്ട്. ഓൺ വിച്ച് ദി ടൈപ്ഡ് സ്റ്റെൻസിൽ ഷീറ്റ് ഈസ് ഫിക്സ്ഡ് ത്രൂ വിച്ച് ഇങ്ക് സപ്ലൈഡ് to the stencil paper, stencil sheet. It is fixed on the cylinder drum. അതായത് സിൽക്ക് കാരിയറിലൂടെയാണ് എന്ത് വരുന്നത്, ഈ മഷി നമ്മുടെ പേപ്പറിലേക്ക് വരുന്നത്. സിൽക്ക് കാരിയറിലൂടെയാണ് മഷി വരുന്നത്. ഓക്കെ, മനസ്സിലായോ? സിൽക്ക് ക്ലോത്തിലൂടെയാണ് നമ്മുടെ ഇങ്ക് പേപ്പറിലേക്ക് സ്പ്രെഡ് ആയി വരുന്നത്. ഇറ്റ് ഈസ് ഫിക്സഡ് ഓൺ ദി സിലിണ്ടർ ഡ്രം. സിലിണ്ടർ ഡ്രമ്മിലാണ് സിൽക്ക് ക്ലോത്ത്. അപ്പൊ നമ്മുടെ ടൈപ്പ് റൈറ്ററിൽ ഇതിലൂടെയാണ് ഇങ്ക് വരുന്നത്, ടൈപ്പ് റൈറ്റർ റിബണിലൂടെ. അപ്പൊ ഇൻസ്റ്റെഡ് ഓഫ് ടൈപ്പ് റൈറ്റർ റിബൺ ഇൻ ഡ്യൂപ്ലിക്കേറ്ററിൽ എന്താ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് ടൈപ്പ് റൈറ്റർ റിബൺ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഇവിടെ നമ്മൾ സിൽക്ക് ക്ലോത്ത് അല്ലെങ്കിൽ സിൽക്ക് കാരിയർ ആണ് യൂസ് ചെയ്യുന്നത്. ആ സിൽക്ക് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അറിയാത്ത ആൾക്കാരാണെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും ആൻസർ എഴുതാം. പക്ഷേ മഷി വരുന്നത് അതിലൂടെയാണ് കേട്ടോ. ഇങ്ക് സപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ക് നമ്മുടെ സ്റ്റെൻസിൽ ഷീറ്റിലേക്ക് വരുന്നത് ഇതിലൂടെയാണ്. ഫീഡ് റോളർ, അടുത്തത് നമ്മൾ ഓൾറെഡി ടൈപ്പ് റൈറ്ററിൽ പഠിച്ച ഭാഗമാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫീഡ് ദി പേപ്പർ വൺ ബൈ വൺ ടു റിസീവ് ഇംപ്രഷൻ ഓൺ ദി പേപ്പർ. പേപ്പറിൽ ഇംപ്രഷൻ വരാൻ വേണ്ടിയിട്ട് ആ ഒരു ഫീഡ് റോളറിലൂടെയാണ്. അതിങ്ങനെ ആ റോളർ കറങ്ങുമ്പോഴാണ് ഈ സാധനം പേപ്പറിനുള്ളിലേക്ക് ഇൻസേർട്ട് ആയി പോകുന്നത്. അതുകൊണ്ടാണ് ഫീഡ് റോളർ എന്ന് പറയുന്നത്. ഇംപ്രഷൻ റോളർ എന്താണ്? റബ്ബർ റോളർ ജസ്റ്റ് പ്ലേസ്ഡ് അണ്ടർ ദി സിലിണ്ടർ ഡ്രം ടു ഫീഡ് ദി ഇംപ്രഷൻ പേപ്പർ ഫോർ ടേക്കിംഗ് കോപ്പീസ് എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഇംപ്രഷൻ വരാൻ വേണ്ടി സിലിണ്ടർ ഡ്രമ്മിനടിയിൽ ഒരു റബ്ബർ റോളർ ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഇംപ്രഷൻ വരുന്നത് വേണ്ടി. അപ്പൊ രണ്ട് റോളർ ശ്രദ്ധിക്കുക. ഫീഡ് റോളർ എന്ന് പറയുന്നത് പേപ്പർ ഫീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു, പേപ്പറിനുള്ളിലേക്ക് കയറാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഇംപ്രഷൻ റോളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിലിണ്ടർ ഡ്രമ്മിന് താഴെ പേപ്പറിനെ അങ്ങോട്ട് കടത്തി വിടുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇംപ്രഷൻ വരാൻ വേണ്ടി. ആ ഒരു കോപ്പീസ് എടുക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് കോപ്പി വേണമെങ്കിൽ എന്താവശ്യമാണ്? പേപ്പറിൽ ഇംപ്രഷൻ വരണം അല്ലേ, അല്ലെങ്കിൽ നമുക്ക് കോപ്പി എടുത്തിട്ട് കാര്യമില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇംപ്രഷൻ റോളർ. ആ ഒരു വേർഡിൽ തന്നെ ഉണ്ട്, അത് അങ്ങനെ തന്നെ ശ്രദ്ധിച്ച് പഠിച്ചു വയ്ക്കുക കേട്ടോ. മാർജിൻ അഡ്ജസ്റ്റിംഗ് നോബ്സ്. എന്താണ് മാർജിൻ അഡ്ജസ്റ്റിംഗ് നോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ടു അഡ്ജസ്റ്റ് ദി മാർജിനൽ സൈഡ് പ്ലേറ്റ്സ് ഫോർ ഗെറ്റിംഗ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മാർജിൻ ടു ദി ഇംപ്രഷൻ പേപ്പർ. നമ്മൾ ടൈപ്പ് റൈറ്ററിൽ പറയുന്ന പോലെ തന്നെ ലെഫ്റ്റ് മാർജിനും റൈറ്റ് മാർജിനും ഒക്കെ നമ്മൾ പഠിക്കുന്നതുണ്ട്. അപ്പൊ അതിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് മാർജിൻ അഡ്ജസ്റ്റിംഗ് നോബ്. എന്താണ് മാർജിൻ അഡ്ജസ്റ്റിംഗ് നോബ്? നമ്മൾ കേൾക്കുമ്പോൾ അറിയാം അല്ലെ, മാർജിൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ് മാർജിൻ അഡ്ജസ്റ്റിംഗ് നോബ് എന്ന് പറയുന്നത്. ഇനി സിലിണ്ട്രിക്കൽ ഡ്രം. എന്താണ് സിലിണ്ട്രിക്കൽ ഡ്രം എന്ന് പറയുന്നത്?
To fix the silk cloth sheet and to hold the typed stencil sheet over them. ഈ ഒരു ഡ്രമ്മിന്റെ താഴെ ആയിരിക്കും അല്ലെ, ഡ്രമ്മുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ സിൽക്ക് കാരിയർ അതുപോലെ തന്നെ നമ്മുടെ ഒരു സ്റ്റെൻസിൽ പേപ്പർ ഒക്കെ ഇരിക്കുന്നത്. ഈ ഡ്രമ്മിന്റെ താഴെ ഈ ഒരു സിൽക്ക് കാരിയർ ഉണ്ടാവാം, പേപ്പർ ഉണ്ടാവും അല്ലെ. അപ്പൊ ഇത് കറങ്ങുന്നതിനനുസരിച്ച് നമ്മുടെ പേപ്പറിൽ സിൽക്ക് കാരിയറിലൂടെയാണ് എന്ത് വരുന്നത്, ഇംപ്രഷൻ വരുന്നത്. മനസ്സിലായോ? നമ്മള് ടൈപ്പ് റൈറ്ററിൽ സിലിണ്ടർ പഠിക്കുന്നുണ്ട് അല്ലെ, അതിന്റെ ചുറ്റുമാണ് നമ്മുടെ ഈ ഒരു പേപ്പർ ഇരിക്കുന്നത്, അതിനെ ചുറ്റിയിട്ടാണ് ഈ പേപ്പർ ഇരിക്കുന്നത്. അപ്പൊ നമ്മള് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ടൈപ്പ് ഹെഡ് വന്നിട്ട് നമ്മുടെ ഈ സിലിണ്ടർമ വന്ന് അടിക്കും അല്ലെ. സിലിണ്ടർമ വന്ന് അടിക്കുമ്പോൾ എന്തിനാണ് സിലിണ്ടർ നമ്മൾ റൗണ്ട് ഷേപ്പിൽ വെച്ചിട്ടുള്ളത്, ഒരു ഇംപ്രഷൻ വരാനായിട്ട് അല്ലെ. അറ്റ് എ ടൈം 1 ഇംപ്രഷൻ മാത്രം നമുക്ക് വന്നാൽ മതി. കാരണം ടൈപ്പ് ഹെഡിൽ 2 എണ്ണം ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ നേരെയുള്ള അല്ലെങ്കിൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ചതുരമായിട്ടുള്ള ഒരു പ്രതലമാണെങ്കിൽ 2 അക്ഷരങ്ങളും അവിടെ പതിയാൻ ചാൻസ് ഉണ്ട്. ആ 2 അക്ഷരം നമുക്ക് പതിയേണ്ട ആവശ്യമില്ല, ഒരെണ്ണം മാത്രം മതി. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ആ ഒരു സിലിണ്ടർ റൗണ്ട് ഷേപ്പിൽ അല്ലെ, സിലിണ്ടർ പോലെ തന്നെ ആ ഒരു റൗണ്ടിൽ നമ്മൾ വെക്കാനായിട്ടുള്ള കാരണം. അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്ററിൽ സിലിണ്ടറിക്കൽ ഡ്രം എന്ന് പറഞ്ഞാൽ അതിന് താഴെയായിട്ട് നമ്മുടെ സ്റ്റെൻസിൽ പേപ്പറും സിൽക്ക് കാരിയറും ഒക്കെ വരും. ഇതിങ്ങനെ കറങ്ങുന്നതിനനുസരിച്ച് നമ്മുടെ പേപ്പറിൽ എന്ത് വന്നുകൊണ്ടിരിക്കും, ഇംപ്രഷൻ വന്നുകൊണ്ടിരിക്കും. കുറെ പേപ്പർ നമുക്ക് കോപ്പീസ് ആ ഒരു ടൈമിൽ എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നോക്കൂ, എന്താണ് പ്രിന്റിംഗ് സ്ക്രൂ. പ്രിന്റിംഗ് സ്ക്രൂ എന്താണ്? ദ പ്രിന്റിംഗ് സ്ക്രൂ ഹെൽപ്സ് ടു അഡ്ജസ്റ്റ് ടോപ്പ് ആൻഡ് ബോട്ടം മാർജിൻ. മുകളിലും താഴത്തെ മാർജിനുകൾ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്, പ്രിന്റിംഗ് സ്ക്രൂ എന്ന് പറഞ്ഞാൽ. ദ പ്രിന്റിംഗ് സ്ക്രൂ ഹെൽപ്സ് ടു അഡ്ജസ്റ്റ് ടോപ്പ് ആൻഡ് ബോട്ടം മാർജിൻ. മുകളിലും താഴത്തെ മാർജിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രിന്റിംഗ് സ്ക്രൂ യൂസ് ചെയ്യും കേട്ടോ. പ്രിന്റിംഗ് സ്ക്രൂ. Side margin plate. Side margin plate. To adjust the side margin left and right of the impression paper to be fed. അതായത് സൈഡിൽ മാർജിൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മാർജിൻ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൈഡ് മാർജിൻ പ്ലേറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ഇമ്പോർട്ടന്റ് വൺ, ശ്രദ്ധിക്കുക. സ്റ്റൈലസ് പെൻ. എന്താണ് സ്റ്റൈലസ് പെൻ? നോട്ട് ചെയ്ത് വെക്കണം. സ്റ്റൈലസ് പെൻ ഈസ് യൂസ്ഡ് ഫോർ റൈറ്റിംഗ് ഓർ പുട്ടിംഗ് ദി സിഗ്നേച്ചർ ഓൺ ദി സ്റ്റെൻസിൽ പേപ്പർ ആൻഡ് ഓൾസോ യൂസ്ഡ് ടു റൂൾ സ്റ്റേറ്റ്മെന്റ് ഇൻ ദി സ്റ്റെൻസിൽ പേപ്പർ. നമ്മുടെ സ്റ്റെൻസിൽ പേപ്പർ സൈൻ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ എഴുതി ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, സ്റ്റൈലസ് പെൻ. അപ്പൊ സ്റ്റെൻസിൽ പേപ്പറിൽ നമ്മൾ സാധാരണ പേന കൊണ്ട് എഴുതാൻ പാടില്ല. സ്റ്റൈലസ് പെൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പെൻ ഉണ്ട്, ഒരു ടൈപ്പ് ഓഫ് പെൻ. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഒന്നുകിൽ എഴുതാനോ അല്ലെങ്കിൽ അതിൽ എന്ത് ചെയ്യാൻ പാടുള്ളൂ, മാർക്ക് ചെയ്യാനോ ഒപ്പിടാനോ ഒക്കെ നമുക്ക് സാധിക്കും. ഓക്കെ, സ്റ്റൈലസ് പാഡ് എന്താണ്, സിഗ്നേച്ചർ ചെയ്യാൻ. സിഗ്നേച്ചർ പ്ലേറ്റ്സ് എന്നാണ് അതിന് പറയുന്നത്. സ്റ്റൈലസ് പാഡ് ഈസ് കെപ്റ്റ് ബിറ്റ്വീൻ ദി സ്റ്റെൻസിൽ ഷീറ്റ് ആൻഡ് ബാക്കിംഗ് ഷീറ്റ് വൈൽ യൂസിങ് ദി സ്റ്റൈലസ് പെൻ. നമ്മൾ അത് ബാക്കിംഗ് ഷീറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് ആ ഒരു പാഡ് സൈൻ യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പാഡാണ്. അപ്പൊ സ്റ്റൈലസ് പെൻ പഠിക്കണം. കറക്റ്റിംഗ് ഫ്ലൂയിഡ് കേട്ടോ. അപ്പൊ ഞാനിപ്പോ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞ 3 കാര്യങ്ങളാണ് ഡ്യൂപ്ലിക്കേറ്ററിൽ. നമ്മൾ പാർട്സ് പറഞ്ഞ സമയത്ത് കുറച്ച് പറഞ്ഞു, ഫീഡിംഗ് ട്രേ, റിസീവിംഗ് ട്രേ, അതുപോലെ തന്നെ റോളർ അല്ലെ, ഇംപ്രഷൻ റോളർ. അതുപോലെ തന്നെ വളരെ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് സിൽക്ക് കാരിയർ അല്ലെങ്കിൽ സിൽക്ക് ക്ലോത്ത്, പിന്നെ സ്റ്റൈലസ് പെൻ. ഇനി പറയാൻ പോകുന്നത് കറക്റ്റിംഗ് ഫ്ലൂയിഡ് കേട്ടോ. കറക്റ്റിംഗ് ഫ്ലൂയിഡ് ഈസ് യൂസ്ഡ് ടു മേക്ക് കറക്ഷൻസ് ഇൻ ദി ടൈപ്പ്ഡ് സ്റ്റെൻസിൽ പേപ്പർ. നമ്മൾ ടൈപ്പ് ചെയ്ത സ്റ്റെൻസിൽ പേപ്പറിൽ എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയാ കറക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മളത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഭാഗമാണ് എന്ത്, അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് എന്ത്, കറക്റ്റിംഗ് ഫ്ലൂയിഡ്. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അത് പഠിക്കണം. കറക്റ്റിംഗ് ഫ്ലൂയിഡ്, സ്റ്റൈലസ് പെൻ, സിൽക്ക് കാരിയർ, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻസ് കേട്ടോ. അടുത്തതും അതെ, ഗ്രാഫ്റ്റിംഗ് വൺ ഓഫ് ദി മെത്തേഡ് ആണ് നമ്മൾ പറഞ്ഞു അല്ലെ. നമ്മള് നേരത്തെ ഒരു ബ്ലീഡിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് പഠിച്ചു. അപ്പൊ അതുപോലെ ബ്ലീഡിംഗ് പഠിക്കാനുണ്ട്, ഗ്രാഫ്റ്റിംഗ് പഠിക്കാനുണ്ട്, പൈലിംഗ് പഠിക്കാനുണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ലെക്ചർ നോട്ടിൽ നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ എഴുതുന്ന നോട്ടിൽ എന്ത് ചെയ്ത് വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക. ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക, ഇതാണ് ഇമ്പോർട്ടന്റ് ആണ്, NB എന്നിട്ട് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ മാർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ, അത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക, അതിനെ ചുറ്റിപ്പറ്റി നമ്മൾ പഠിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം ഉണ്ടാവും. കാരണം നമ്മുടെ കയ്യിലൊരു 2014 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിട്ട് നമ്മൾ ആ ഒരു റെഫർ ചെയ്തിട്ടാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത്. അപ്പൊ അത്രയും ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എപ്പോഴും PSC ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്.
അതിൽ നമ്മുടെ കറക്റ്റിംഗ് ഫ്ലോയിഡ്, സിൽക്ക് കാരിയർ, സ്റ്റൈലസ് പെൻ ഇതൊക്കെ നമ്മളോട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. എന്ന് വിചാരിച്ചിട്ട് നമ്മളത് മാത്രമേ ചോദിക്കുള്ളൂ. ആ ഒരു 4-5 കാര്യങ്ങൾ മാത്രമേ ചോദിക്കൂ. വേറൊന്നും ചോദിക്കില്ല എന്ന് വിചാരിക്കരുത്. PSCയിലെ ഓരോ ദിവസം തോറും കോമ്പറ്റീഷൻ കൂടുന്നത് കൊണ്ട് അവര് പേപ്പറുകൾ അത്രയും ടഫ് ആക്കാനാ നോക്കുക. അല്ലെങ്കിൽ നമ്മൾ അത്രയും എന്താ പറയാ കുറച്ച് ഡീപ്പായിട്ടാണ് ഇപ്പൊ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അല്ലേ. നമ്മൾ പണ്ട് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല, നമുക്കറിയില്ല. നമ്മൾ വെറുതെ വൺ വേർഡ് വായിച്ചു പോയി നമുക്കറിയാം ആൻസർ ഒന്ന് കറക്കി കുത്തി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ശരിയാവാം. പക്ഷേ നമ്മളോട് ഇപ്പൊ എന്താ ചോദിക്കുന്നത്? ഫുൾ തിയറി ചോദിക്കും അല്ലേ. ഒരു 4-5 സെന്റൻസ് തിയറി പറഞ്ഞതിന് ശേഷം അതിൽ നിന്ന് നമ്മളോട് എടുത്തെഴുതാൻ പറയും. അതിൽ എന്തൊക്കെ പറയും? ചിലപ്പോ 1ഉം 2ഉം ശരിയാണ്, 2ഉം 3ഉം ശരിയാണ്, 1ഉം 4ഉം ശരിയാണ്. നമുക്ക് ഒട്ടും അങ്ങോട്ട് ആ ഒരു ഓപ്ഷനിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. കാരണം ഇതെല്ലാം കേട്ടിട്ടുണ്ട് നമ്മള്, എല്ലാം കണക്റ്റഡ് ആയിട്ട് തോന്നും, നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു മെക്കാനിസം എന്താന്നുള്ളത് ടൈപ്പ് റൈറ്ററിലാണെങ്കിലും കമ്പ്യൂട്ടറിലാണെങ്കിലും കൃത്യമായി പഠിച്ചു പോവാം. ക്ലാസ്സുകൾ ശ്രദ്ധിച്ച് കേൾക്കുക. മനസ്സിലായോ? പറ്റുമെങ്കിൽ ലൈവിൽ തന്നെ നിങ്ങൾ കയറാൻ നോക്കുക. കറക്റ്റ് 9:30 തന്നെ കയറാനായിട്ട് നോക്കുക. നമ്മൾ അതിന്റെ ഇടയിൽ നിങ്ങൾ ഓരോരുത്തരെ എല്ലാവർക്കും തീർന്നില്ല ഒന്നും. നമ്മൾ ഓരോരുത്തർ അതിന്റെ ഇടയിൽ നമ്മളിങ്ങനെ ജോയിൻ ചെയ്യിക്കുന്ന സമയത്ത് നമുക്കത് ബുദ്ധിമുട്ടാണ്. കാരണം അത്രയും നമ്മുടെ സമയം പോകും, നമ്മുടെ കോൺസെൻട്രേഷൻ പോകും, ആ ഒരു കണ്ടിന്യൂഷൻ പോകും. എല്ലാവരും കൃത്യമായി എന്ത് ചെയ്യാം? 9:30, 9:35, ഞാൻ 35 വരെയൊക്കെ മാക്സിമം വെയിറ്റ് ചെയ്യുന്നുണ്ട്. 35 വരെയൊക്കെ അതിനുള്ളിൽ കയറാനായിട്ട് നോക്കാം. എനിക്കറിയാം എല്ലാവർക്കും കുറെ ബുദ്ധിമുട്ടുകളുണ്ട്, തിരക്കുകളുണ്ട്, മക്കളുടെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ, അതുകൊണ്ടൊക്കെ ആയിരിക്കാം നേരം വൈകുന്നത്. എന്നാൽ ഞാനത് മൊത്തത്തിൽ പറഞ്ഞെന്ന് മാത്രം കേട്ടോ. അപ്പൊ ഞാൻ ഈ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കണം. റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഒന്നും കൂടി അത് മാത്രം പഠിച്ചാൽ പോരാ, അതൊന്ന് പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. അതൊന്ന് നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ഓക്കെ. അപ്പൊ നമ്മൾ ഗ്രാഫ്റ്റിംഗ് മെത്തേഡ് ആണ് പറയാൻ പോകുന്നത്. ഗ്രാഫ്റ്റിംഗ് മീൻസ് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് എ ന്യൂ പാരഗ്രാഫ് ഫോർ ദി എക്സിസ്റ്റിംഗ് വൺ. ഗ്രാഫ്റ്റിംഗ് മീൻസ് removing the unwanted the typed matter and affixing thereon a piece of stencil after correctly typed. നമ്മൾ എപ്പോഴാണ് ഈ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയാം? എപ്പോഴാണ് നമ്മൾ ഗ്രാഫ്റ്റിംഗ് പറഞ്ഞത്? ഇപ്പോഴാണ് നമ്മൾ വന്നത് അല്ലേ. There are 3 ways of making correction in the stencil പേപ്പർ. ആ ഒരു സ്റ്റെൻസിൽ പേപ്പറിൽ നമുക്ക് ഒരു 3 ടൈപ്പിൽ നമുക്ക് അതിനെ കറക്ഷൻ ചെയ്യാം എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. കറക്ഷൻ ചെയ്യാം, 3 തരത്തിൽ നമ്മൾ അതിനെ കറക്ഷൻ ചെയ്യാന്ന് പറഞ്ഞു. അതിലുള്ള ഒരു ഭാഗമാണ് എന്ത്? ഗ്രാഫ്റ്റിംഗ്. അപ്പൊ എങ്ങനെയാണ് കറക്ഷൻ ചെയ്യാന്നുള്ളത് നമുക്ക് അപ്പൊ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. അതിനാണ് നമ്മളുടെ ഗ്രാഫ്റ്റിംഗ് എന്താണ് എന്നുള്ളത് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രാഫ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഗ്രാഫ്റ്റിംഗ് മീൻ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് എ ന്യൂ പാരഗ്രാഫ് ഫോർ ദി എക്സിസ്റ്റിംഗ് വൺ. ഒരു പാരഗ്രാഫ് നമുക്ക് ആവശ്യമാണ്, പുതിയതായിട്ട് അല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഗ്രാഫ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് ആയിട്ടുള്ള ടൈപ്പ്ഡ് മാറ്റർ നമുക്ക് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഗ്രാഫ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യും. സോ വൺ ഓഫ് ദി കറക്ഷൻ മെത്തേഡ് ഇൻ യൂസിങ് ഡ്യൂപ്ലിക്കേറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ എന്താ ആൻസർ ചെയ്തേണ്ടത്? ഗ്രാഫ്റ്റിംഗ് ആണ്. നമ്മൾ ഗ്രാഫ്റ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ ചെടിയുടെ കാര്യമൊക്കെ ഓർമ്മ വരും അല്ലേ. എന്താ ഗ്രാഫ്റ്റിംഗ്? അപ്പൊ നമ്മൾ ഗ്രാഫ്റ്റിംഗ് അതൊന്നല്ല നമ്മൾ വിചാരിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മള് ബ്ലീഡിങ് പഠിച്ചു അല്ലെ. 2 കളേർഡ് റിബൺ യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബ്ലാക്കിൽ റെഡ് മിക്സ് ചെയ്ത് വരിക, അല്ലെങ്കിൽ 2 കളറും കൂടി വരുന്നതിന് ആണ് നമ്മൾ എന്ത് പറയുന്നത്? അല്ലെങ്കിൽ റെഡ് കളർ കൂടുതലായിട്ട് വരിക, അതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്ലീഡിങ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ 2 ടേംസ് നമ്മൾ പഠിച്ചു. ബ്ലീഡിങ് പഠിച്ചു, ഗ്രാഫ്റ്റിംഗ് പഠിച്ചു. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, പൈലിംഗ്. PILING. എന്താണ്? PILING. പൈലിംഗ്. ഈ പൈലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ വെറുതെ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുമ്പോൾ എല്ലാ ടൈപ്പ് ബാറുകളും കൂടി ഒരുമിച്ച് വന്ന് ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് നിൽക്കും. ടൈപ്പ് ബാർസ് എല്ലാം എന്തായിരിക്കും? അതിങ്ങനെ കെട്ടുപിടിക്കുക, എല്ലാം കൂടി ഇങ്ങനെ സ്ട്രക്കായി നിൽക്കും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഒരു ശരിക്കും ടൈപ്പ് ബാർ റിലീസ് ചെയ്യുന്നുണ്ട്, പകരം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കൈകൊണ്ട് അതിങ്ങനെ എല്ലാം പിടിച്ച് താഴേക്ക് ഇടും. അതിനെയാണ് നമ്മൾ എന്താ പറയുക? ടൈപ്പ് ബാറുകളെല്ലാം കൂട്ടിച്ചേർന്നതിനെയാണ് നമ്മൾ എന്താ പറയാ? പൈലിംഗ് എന്ന് പറയും. അത് നമ്മൾ പഠിക്കും കേട്ടോ. അത് ഗ്രാഫ്റ്റിംഗ് അതാണ്. അടുത്ത നോക്കൂ, ഇംപ്രഷൻ പേപ്പർ. എന്താണ്? ഇംപ്രഷൻ പേപ്പർ. ഇംപ്രഷൻ പേപ്പർ means absorbs the ink and dry quickly. It used for duplicating purpose only. ഇംപ്രഷൻ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഇങ്ക് വലിച്ചെടുക്കാനും ഉണങ്ങാനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പേപ്പറാണ് ഇംപ്രഷൻ പേപ്പർ. അത് ഡ്യൂപ്ലിക്കേറ്റിംഗ് പർപ്പസിന് വേണ്ടി മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയോ? നോട്ട് നിങ്ങളുടെ എല്ലാവരും കയ്യിലുണ്ടോ? എല്ലാവരുടെ കയ്യിൽ നോട്ട് ഉണ്ടോ?
നോട്ടുണ്ടോ? കയ്യിലിപ്പുണ്ടോ? ഉണ്ട് കയ്യിൽ ഉണ്ട്. നോട്ടുണ്ടോ? അതൊന്ന് വായിക്കൂ. 2 മിനിറ്റ്. ആ നോട്ട് ഇപ്പൊ നമ്മൾ ടൈപ്പ് റൈറ്റർ നോട്ട് 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് വായിക്കാം. ഒരു 2 മിനിറ്റ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിക്കാം. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ. വായിക്കാനാണോ പറയുന്നത്? നിങ്ങൾ മിണ്ടാതിരുന്ന് വായിച്ചാൽ മതി. 2 മിനിറ്റ്. ആ ശരി. ആ. ഞാൻ സ്ക്രീനിൽ വേണമെങ്കിൽ നോട്ട് ഇടാം. അത് വായിച്ചാലും മതി കേട്ടോ.